Good morning, all. Good morning. Good morning, ma'am. Good morning. morning, ma'am. Good morning, ma'am. Good morning. Morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റ് ടെൻസ് ആണ് പഠിച്ചത് ആണോ? ഗുഡ് മോർണിംഗ്. പറയൂ, പ്രസന്റ് ടെൻസ് ആണോ പഠിച്ചത്? ആണോ അല്ലയോ? സംസാരിക്കൂ. ഇംഗ്ലീഷ് ക്ലാസ് ആണ്, സംസാരിക്കണം. അതെ, Simple present. ഒരാള് കുഴഞ്ഞു പോയതാ. ഓക്കെ, ഇന്ന് ടോമില്ലേ ക്ലാസ്സില്? ടോമിയില്ല, പനി എന്തോ? പിടിച്ച് കിടക്കുക. പനിയാണോ? ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഓക്കെ, പ്രസന്റ് ടെൻസില് എല്ലാവരും സ്ട്രക്ചേഴ്സ് എല്ലാവരും പഠിച്ചോ? എക്കോ ഉണ്ടോ? ഇപ്പോഴും എക്കോ ഉണ്ടോ? ഞാൻ പറയുന്നത് എക്കോ ഉണ്ടോ? ഇല്ല, എക്കോ ഇല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ. സോ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചേഴ്സ് ഞാൻ പറഞ്ഞു തന്നിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്. അതായത് സിംഗിൾ പ്രസന്റ്, സിംഗിൾ പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ്. ഈ നാലെണ്ണത്തിന്റെയും സ്ട്രക്ചേഴ്സ് ഞാൻ പറഞ്ഞു തന്നിരുന്നോ? പറഞ്ഞായിരുന്നോ? നിങ്ങൾ നോട്ട് എഴുതിയോ? ഇതാണ്. ആരെങ്കിലും ഒരാൾ പറയൂ. ആരും പറയുന്നില്ലേ? ഒരാള് പറയൂ. സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും മാത്രമേ പറഞ്ഞുള്ളൂ. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്യിപ്പിച്ചു. ഓക്കെ, എല്ലാവരും നോട്ട്ബുക്ക് എടുക്കും. നോട്ട്ബുക്ക് എടുത്തിട്ട് സ്ട്രക്ചേഴ്സ് ഒന്ന് എഴുതാം. സ്ട്രക്ചേഴ്സ് നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഞാൻ എല്ലാവരെ കൊണ്ട് പറയിപ്പിക്കും. എല്ലാവരും പറയണം. ഓക്കെ, പറഞ്ഞാല് ഓക്കെ. ഫസ്റ്റ് പ്രസന്റ് ടെൻസ് എന്ന് ഹെഡിങ് എഴുതാം. പ്രസന്റ് ടെൻസ്. നോട്ട് എഴുതി ഒരു ഇതുണ്ടല്ലോ മേ. എന്തോ നോട്ട് എഴുതി ഒരു ഇതുണ്ടല്ലോ മേ. നോട്ട് എഴുതിയിരുന്നോ? യെസ് മാം. പേരെന്താണ്? പ്രബിത മാം. പ്രബിത. പ്രബിതയിലാണ് എക്കോ. പ്രബിതയിലുണ്ട് എക്കോ. ഭയങ്കര എക്കോ ഉണ്ട്. നോട്ട് എഴുതിയില്ല. കുറച്ചുപേര് നോട്ട് എഴുതിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാലും എഴുതിക്കോളൂ. എഴുതണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ.
പ്രസന്റ് ടെൻസ് എന്ന ഹെഡിങ് എഴുതാം. പ്രസന്റ് സിമ്പിൾ. പ്രസന്റ് സിമ്പിൾ എന്ന് ശരി ഹെഡിങ് കൊടുക്കുക. പ്രസന്റ് സിമ്പിൾ. എന്താ പറയാ? സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് V1. സബ്ജക്ട് പ്ലസ് V1. സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് V1. അതായത് V1 എന്ന് പറയുന്നത് വെർബാണ്. സബ്ജക്ട് പ്ലസ് വെർബിന്റെ ബേസ് ഫോം. അതായത് V1, V2, V3 ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. എല്ലാവർക്കും അറിയാലോ. സോ അതിൽ V1 ആണ് പ്രസന്റ് സിമ്പിളില് നമ്മൾ എഴുതേണ്ടത്. ഇപ്പൊ റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, റോട്ട്, റിട്ടേൺ. റൈറ്റ് എന്ന് പറയുന്നത് V1, റോട്ട് എന്ന് പറയുന്നത് V2, റിട്ടേൺ എന്ന് പറയുന്നത് V3 ആണ്. റൈറ്റ്, റോട്ട്, റിട്ടേൺ. അപ്പൊ ഇവിടെ എന്താ വരാ? റൈറ്റ് ആണ് വരേണ്ടത് അല്ലെ? പ്രസന്റ് സിമ്പിൾ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് V1. ഓക്കെ, ഞാൻ പറഞ്ഞു സബ്ജക്ട് I, you, we, they ഇതെല്ലാം എന്താണ്? പ്ലൂറൽ ആണ് അല്ലെ? പ്ലൂറൽ സബ്ജക്റ്റ് ആണ് അല്ലെ? ഇതെല്ലാരും I, you, we, they എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. സോ ഇതിന്റെ കൂടെ എന്താണ് വെർബ് ഏതാ വരാ? പ്ലൂറൽ വെർബാണ് വരാ. ഓക്കെ, I, you, we, they എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബാണ് വരാ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് he, she, it. ഇത് മൂന്നിന്റെ കൂടെ എന്താ വരാ? ഇതെന്താണ്? പ്ലൂറൽ സിംഗുലർ സബ്ജക്റ്റ് ആണ് അല്ലെ? സിംഗുലർ സബ്ജക്റ്റ് ആണ്. സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ ഇതിന് കൂടെ എന്ത് വരും? സിംഗുലർ വെർബ് ആണ് വരേണ്ടത്. he, she, it എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് ആണ് വരേണ്ടത്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയോ? ഓക്കെ, സോ ഒരു വെർബിനെ സിംഗുലർ ആക്കാൻ എന്താ ചെയ്യണ്ടേ? വെർബിന്റെ കൂടെ s ആഡ് ചെയ്യണം. സിംഗുലർ വെർബ് ആക്കണമെങ്കിൽ വെർബിന്റെ കൂടെ s ആഡ് ചെയ്യണം. റൈറ്റ് ആണ് വെർബെങ്കിൽ റൈറ്റിനെ സിംഗുലർ ആക്കാൻ എന്ത് ചെയ്യണം? റൈറ്റിന്റെ കൂടെ s ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? റൈറ്റ്സ് വരും. ഓക്കെ, റൈറ്റ്സ് വരും. ക്ലിയർ ആയോ? ക്ലിയർ? സോ എക്സാമ്പിൾ എഴുതാം. I write. I write. I എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. സോ അതുകൊണ്ട് റൈറ്റ് വന്നു. he writes. he എന്ന് പറയുന്ന സിംഗുലർ ആണ്. അപ്പൊ വെർബും സിംഗുലർ ആയിരിക്കണം. അതുകൊണ്ട് സിംഗുലറിന്റെ കൂടെ സിംഗുലർ വെർബ് ആഡ് ചെയ്യാ. എന്താ പോരാ? he writes. I write, he writes. ഇതാണ് എക്സാമ്പിൾ. ക്ലിയർ ആയോ? പ്രസന്റ് സിമ്പിൾ ക്ലിയർ ആയോ എല്ലാവർക്കും? നോട്ട് എഴുതിയോ? അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ് എഴുതാം. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് ഹെഡിങ് കൊടുക്കും. പ്രസന്റ് കണ്ടിന്യൂസ്.
Okay, structure ഏതാ? Subject plus auxiliary verb plus verb ന്റെ കൂടെ ing. Subject plus auxiliary verb plus verb ന്റെ കൂടെ ing. So auxiliary verb ഏതൊക്കെയാണ്? am, is, are. Am, is, are ആണ് auxiliary verb എന്ന് പറയുന്നത്. Okay. He, she, it ആണെങ്കിൽ is വരും. we, you, they ആണെങ്കിൽ are വരും. I ആണെങ്കിലോ am വരും. Clear ആണോ? Yeah, clear. Example എഴുതാ. I am writing. I am writing. He is writing. You are writing. I am writing. He is writing. You are writing. Okay. Yeah, they are playing. Okay, correct. So clear ആയോ? Present continuous note ചെയ്ത് കഴിഞ്ഞു? Yeah. Okay. Next one is the present perfect. Present perfect. Structure is the subject plus has or have plus V3. Subject plus has or have plus V3. Okay, I, you, we, യുടെ കൂടെയാണെങ്കിൽ have യൂസ് ചെയ്യണം. He, she, itന്റെ കൂടെ has യൂസ് ചെയ്യണം. Okay. I, you, we യുടെ കൂടെ have ഉം he, she, itന്റെ കൂടെ has ഉം ആണ് ആഡ് ചെയ്യേണ്ടത്. Okay. നെക്സ്റ്റ് ഏതാണ്? V3 പറഞ്ഞു. റൈറ്റ് ആണ്. റൈറ്റ്, റോഡ്, റിട്ടേൺ അല്ലെ? സോ ഇവിടെ ഏതാണ് V3 ഫോം? ഏതാണ്? റൈറ്റ്, റോഡ്, റിട്ടേൺ. ഇവിടെ V3 ഫോം ഏതാണ്? റിട്ടേൺ അല്ലെ? അപ്പൊ എന്താണ് വര? റിട്ടേൺ ആണ് വര അല്ലെ? അപ്പൊ എക്സാമ്പിൾ എഴുതാ. I have returned. I have returned. He has returned. I have returned. He has returned. I have returned. He has returned. Okay. Will you now?
അടുത്ത ഏതാ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സ്ട്രക്ചർ ഏതാ? സബ്ജക്ട് പ്ലസ് has or have plus been plus verb ing. വെർബിന്റെ കൂടെ ing വരണം. വെർബിന്റെ കൂടെ ing വരണം. എക്സാമ്പിൾ ഏതാ? I have writing. He has writing. Sorry, I have been writing. I have been writing. Okay, I have been writing. He has been writing. I have been writing. He has been writing. He has been writing. Okay. Complete the note. Okay. Note എല്ലാം ക്ലിയർ ആണ് എല്ലാവർക്കും? മനസ്സിലാവുന്നുണ്ടോ? So, നോട്ട് നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓരോരുത്തരായിട്ട് ആ സ്ട്രക്ചർ പറയാം. ഓക്കെ, കാണാതെ പറയണം. നോട്ട്ബുക്കിൽ നോക്കി പറയരുത്, കാണാതെ പറയാം. സ്ട്രക്ചർ മാത്രം നന്നായിട്ട് പഠിക്കുക. എല്ലാരും പഠിക്കുക. എവിടെയാണ് ഹാസ് യൂസ് ചെയ്യുന്നത്, ഹാവ് എവിടെ യൂസ് ചെയ്യുന്നത്, ഓക്സിലറി വേർബ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത്, V3 എന്താണ്, ഇതെല്ലാം നന്നായിട്ട് വായിച്ചു നോക്കുക, പഠിക്കുക. പഠിച്ചു കഴിഞ്ഞവര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ പറയാം. സോ ഞാൻ വിളിക്കാം, അവര് പറയാം. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? നോ. ക്ലാസ്സിലോ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ക്ലാസ്സിൽ ആരും വരാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ നോട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ടോമി ഇല്ല, അപ്പൊ ടോമി നോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. ഗ്രൂപ്പിലായിട്ടുള്ളത് തന്നെ. ഇപ്പൊ രണ്ടാമത് ഞാൻ നോട്ട് പറയണ്ടല്ലോ, അതുകൊണ്ടാണ്. പഠിച്ചു കഴിഞ്ഞു ആരെങ്കിലും? മനസ്സിലായവരൊന്ന് പറയോ? മിണ്ടാതിരിക്കരുത് കേട്ടോ, ഞാൻ കഴിഞ്ഞ മാസത്തിൽ പറഞ്ഞതാണ്, മിണ്ടാതിരിക്കരുത്. എല്ലാവരും പറയണം. ഓക്കെ, പറഞ്ഞാലേ പഠിക്കൂ. കഴിഞ്ഞോ? എനിക്കേലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. ആരെങ്കിലും പറയുന്നു? ആൽഫി ജോർജ്. ആൽഫി ജോർജ് എന്നാണ് പേര്. ഇത് നെയിം ആണത്. ആൽഫി ജോർജ്. ഞാന് പറയൂ. പ്രസന്റ് ടെൻസില് 3 നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. അതില് പ്രസന്റ് സിമ്പിൾ അത് പറയുന്നത് സബ്ജക്ട് പ്ലസ് വെർബ് ചേരുമ്പോഴാണ് ഒരു അതില് പ്ലൂറലുണ്ട്, സിംഗുലറും ഉണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ്. അത് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ing.
മൂന്നാമത്തേന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ്. അതില് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബ് 3. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റ് പ്ലസ് ഹി അല്ല ഹാവ് ഹാസ് ബി പ്ലസ് വെർബ് 3. സബ്ജക്റ്റും വെർബും എന്നാലും പറയോ? എന്തോ പ്രസന്റ് സിമ്പിളില് പ്ലൂറൽ ആകുമ്പം അവിടെ എസ് ചേർക്കണ്ട. സിംഗുലർ ആകുമ്പം എസ് ചേർക്കണം. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസില് ING കൂടെ വെർബിന്റെ കൂടെ ഓക്സിലറി വെർബിന്റെ കൂടെ ING ചേർക്കണം. മൂന്നാമത്തേന്ന് പറയുമ്പം ഹാസും ഹാവും ഈ വെർബിന്റെ കൂടെ വെച്ചാ ചേർക്കണം. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് സീം വെർബ് 3 കൂടെ ഞാനൊരു സബ്ജക്റ്റും വെർബും തരാം. ജെറി പറയണം. ഓക്കെ, ഈ 4 ടെൻസ് വെച്ചിട്ട് ആ സ്ട്രക്ചർ വെച്ചിട്ട് ഒന്ന് പറയണം. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ എഴുതിയിട്ടില്ലേ, ആ എക്സാമ്പിൾ എഴുതിയ പോലെ പറയണം. ഓക്കെ, റെഡി? സബ്ജക്റ്റ് ഹി, HE അവൻ. ഓക്കെ, ഹി ആണ്. വെർബ് സ്പീക്ക്. ഒന്നും കൂടെ പറയാമോ? സബ്ജക്റ്റ് ഹി, വെർബ് സ്പീക്ക്. അപ്പം പ്രസന്റ് സിമ്പിളിനകത്ത് പ്ലൂറൽ ആണെങ്കിൽ ഹി സ്പീക്ക്. ശരി, സോറി, ഹി ആണെങ്കിൽ he speaks. he speaks വരും. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ഓക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് പറയും. യൂസ് ആകുമ്പം he യുടെ കൂടെ ഓക്സിലറി വെർബ് ചേർക്കണം. അപ്പൊ speaking. അപ്പൊ എന്ത് വരും? he speaking. ഓക്സിലറി വെർബ് ഏതാണ്? സ്പീക്കിംഗ് എന്നല്ലേ? സ്പീക്കിംഗ് ING കൂടെ ചേർക്കും. ഓക്കെ, ഓക്സിലറി വെർബ് കൂടെ വേണം. ഓക്സിലറി വെർബ് ഏതൊക്കെയാന്ന് ഞാൻ പറയുന്നത്. ഏതൊക്കെയാണ് ഓക്സിലറി വെർബ്? he is speaking. he is speaking. അങ്ങനെയാ വരാം. he is speaking. ഓക്കെ, ഇനി പെർഫെക്റ്റ് പറയൂ. പ്രസന്റ് പെർഫെക്റ്റ് ഏതാ വരാം? he has speak. he has verb 3 അല്ലേ? spoke. V3 എന്ത് വരും? spoke അല്ലേ? spoken. he has spoken. Yeah, he has spoken. Then present perfect continuous പറയൂ. എങ്ങനെ വരും? ആ സ്ട്രക്ചർ വെച്ചിട്ട് പറയൂ. ലാസ്റ്റില് he has been speaking. Yeah, he has been speaking. Okay, ജെറി ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒരു സബ്ജക്റ്റ് വെർബ് കൂടെ തരാം, അതുകൊണ്ട് പറയണേ. സബ്ജക്റ്റ് യു, വെർബ് ഈറ്റ്. കഴിക്കുക. eat. You eat. Yeah, you eat.
സിമ്പിൾ പ്രസന്റ് യു ഈറ്റ് ആണ്. ഓക്കെ, യു ഈറ്റ്. ഇനി കണ്ടിന്യൂസ് പറയൂ. കണ്ടിന്യൂസ് ആകുമ്പോൾ യു ഈറ്റിംഗ് എന്നാണ്. യു ആർ ഈറ്റിംഗ്. യു ആർ. പിന്നെ പ്രസന്റ് പെർഫെക്റ്റില് യു ഹാവ് ഈറ്റിംഗ്. യു ഹാവ് യു ഹാവ് ഈറ്റിംഗ്. ഈറ്റ് ഈറ്റ് ആണ്. ഈറ്റ് ആണ്. Eat, ate, eater. Okay. You have eaten. Continuous sorry. Continuous perfect continuous you have been eaten. You have been eaten. Eating eating അല്ലേ? V1 ആണ് അവിടെ വരാം. V1 plus ing വരാം. Eating ആണ് വരാം. Okay. You have been eating. Okay, clear. Clear ആയല്ലോ? Okay. Next ആരാ പറയാ? Who's next? Confident ആയിട്ട് വരൂ. ആരാ വരാ? Tense 3 times numbering. Okay. പറയൂ. First one present. First one present tense. Present tense simple present. Simple present le verb subject plural ആണെങ്കിൽ verb നമ്മള് plural IUV വരുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ വെർബ് പ്ലൂറൽ ആക്കി കൊടുക്കണം. V1 ഫോംസ് S ചേർത്ത് കൊടുക്കണം പ്ലൂറൽ ആണെങ്കിൽ. സെക്കൻഡ് വൺ പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ING ഫോം. ഓക്സിലറി വെർബ് ഈസ് ആം ആർ. Third one present perfect subject plus have or have plus V3 form. Last one present perfect continuous subject plus has or have plus been plus VING form. Example വേണോ മിസ്സേ? എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ സബ്ജക്റ്റും വെർബും തരാം, അത് വെച്ചിട്ട് പറയും എക്സാമ്പിൾ. ഓക്കെ. സബ്ജക്റ്റ് ഐ, വെർബ് ഗോ. എന്താണ് മിസ്സേ? സബ്ജക്റ്റ് ഐയും ഹീയും. ഓക്കെ, രണ്ട് സബ്ജക്റ്റ് ഉണ്ട്. രണ്ട് സബ്ജക്റ്റ് വെർബ് ഗോയാണ്. സോ രണ്ട് സബ്ജക്റ്റ് വെച്ചിട്ടും എക്സാമ്പിൾസ് പറയും. I go. I go. I go. He goes. Yeah, he goes. Okay, he goes. I am going. Yeah. He is going. Yeah, he's going. Okay. I have went. No. Go, went, gone. Yeah. Gone അല്ലേ? Yeah, gone. Okay. I have gone. He has gone. Yeah, she has gone. Okay. Then I have been going. Yeah. He has been going. Yeah. Clear. So clear ayo? Clear, miss. Clear. Yeah. Okay. Next step. What's next?
You should speak up. Okay. Hi, ma'am. Okay. Swati, പറയൂ. Structures പറയൂ. Sorry. സിമ്പിൾ പ്രസന്റ് സിമ്പിളിന് സബ്ജക്ട് പ്ലസ് V1 ഫോം ആണ് വരുന്നത്. അതിൽ ഐ യു വി ദേയില് പ്ലൂറൽ വെർബും ഹി ഷീ ഇറ്റില് സിംഗുലർ വെർബാണ് വരുന്നത്. പ്രസന്റ് കണ്ടിന്യൂസിൽ സബ്ജക്ട് പ്ലസ് ആക്സിലറി വെർബ് പ്ലസ് ING ഫോം. പ്രസന്റ് പെർഫെക്റ്റില് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ING ഫോമാണ് വരുന്നത്. Subject they, verb run, run ആണ് run. ഓടുക. സിമ്പിൾ പ്രസന്റിൽ വരുമ്പോ they run. Then they are running. Present perfect വരുമ്പോ they have ran. Run. They have run. Last they have been running. Have been run. Okay. Okay, Swati, thank you. subject ഒരു verb പറയൂ. എന്താ മേഡം? ഒരു സബ്ജക്ട് ഒരു വെർബും പറയാം. സബ്ജക്റ്റ് she. Yeah. ഒരു വെർബും പറയൂ. വെർബ് ഡാൻസ്. Dance. Okay. Next ഇനി ആരാ പറയാ? Next ആരാ പറയാ? സിമ്പിൾ സബ്ജക്ട് വെർബ് ആണ്. ആരാ പറയാ? നസ്രിമോൾ. മാം, പറഞ്ഞോളൂ. സിമ്പിൾ പ്രസന്റിൽ വരുമ്പോ ഷീ ഡാൻസസ്. Okay. ഡാൻസസ്. Yeah, she dances. Okay. പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോ ഷീസ് ഡാൻസിങ്. ഓക്കെ മാം. Okay, പറയൂ. പറഞ്ഞോ. പ്രസന്റ് പെർഫെക്റ്റ്ലി വരുമ്പോ ഷീ ഹാസ് ഡാൻസ്. Danced. She has danced. Okay. പ്രസന്റ് പെർഫെക്റ്റ്ലി വരുമ്പോ ഷീ ഹാസ് ബീൻ ഡാൻസിങ്. She has been danced. Okay. പേരെന്തായിരുന്നു? ജോബിനാണ്. ജോബി. Yeah, ജോബി. ആരെങ്കിലും ഒരാളെ വിളിക്കാമോ ക്ലാസ്സിലാണ്? ഒരാളുടെ പേര് പറയൂ. വിളിക്കൂ. പേര് പറയാ. നോക്കട്ടെ. നീനു. മാം. Yeah, okay, ജോബി ഒരു സബ്ജക്റ്റ് വെർബ് കൊടുക്കും. ഇനി പറയൂ. സിംഗ്. വെർബ് സിംഗ്. സബ്ജക്റ്റ് ഹി. ഈ സബ്ജക്റ്റ് വെർബ് സിംഗ് പാടുക ആണോ? സിമ്പിൾ പ്രസന്റ് ആകുമ്പോ he sings. പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോ he is singing. പ്രസന്റ് പെർഫെക്റ്റ് ആകുമ്പോ he has sung. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോ he has been singing. Okay, നീനൊരു ആരെങ്കിലും വിളിക്കൂ. നോക്കട്ടെ മാം. മുബീന.
Veena. Subject I. ആള് വരട്ടെ. മുബീന. മാഡം ഓക്കെ, നീരു ചോദിച്ചോളൂ. മുബീനോട് ചോദിച്ചോളൂ. Subject I. Verb walk. Walk. നടക്കുക. ഓക്കെ, മുബീന പറയൂ. I walk. I പറയൂ പറയൂ. I walk. Present simple. മുബീന. I walks. I walk ആണ്. walk നടക്കുക. I walk. മുബീന മനസ്സിലായോ? ക്ലാസ്സില് ഡൗട്ട് ഉണ്ടോ മുബീനയ്ക്ക്? ഇല്ല മാഡം, ഇല്ല. ഡൗട്ട് ഇല്ല. പറയാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഓക്കെ, പറയൂ. I walks. I walk ആണ് വരാ. I walks വരില്ല കേട്ടോ. I walk. Present continuously. I am walking. Present perfectly. I have walken. എന്തോ? Walken. വാക്കിന്റെ എന്താ ഇത്ര ഏതാണ്? വാക്ക്, വാക്ഡ്, വാക്ഡ്. ഓക്കെ, വാക്ഡ് ആണ്. Walk. അപ്പൊ I have walked. ഓക്കെ. Present perfect continuous വരുമ്പോ I have walking. I have Walking. I have been. ഉണ്ട്. We have Yes. been walking. I have been walking. മുബീനക്ക് ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല ടീച്ചർ. Yeah. Okay. Yeah. മുബീന ആരെയൊരാളെ വിളിക്കൂ. നസീബ. 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 Yes, ma'am. ഓക്കെ, മുബീന ചോദിച്ചോളൂ നസീബയോട്. ഒരു സബ്ജക്റ്റും ഒരു വെർബും കൊടുക്കൂ. I teacher. I വെർബ് പറയൂ. ടീച്ചാണോ പറഞ്ഞേ? ടീച്ചാണോ? Teach. ഓക്കെ, അപ്പൊ സബ്ജക്ട് ഐ, വെർബ് ടീച്ചർ. നസീബ പറയൂ. പ്രസന്റ് സിമ്പിളിൽ ഐ ടീച്ചർ. പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോ ഐ ആം ടീച്ചിങ്. പ്രസന്റ് പെർഫെക്റ്റില് ഐ ഹാവ് ടീച്ചിങ്. No. I have I have teacher. No. ടീച്ചിന്റെ വീക്ക്ലി ഏതാ? ടീച്ച്. Taught. Taught. Okay. Taught ആണ് വരാ. Taught. TAUGHT. Okay, കമന്റ് ചെയ്തിട്ടുണ്ട് നോക്കുക. Teach, taught, taught. അപ്പൊ taught ആണ് വരാ. അപ്പൊ I have taught.
Perfect പ്രസന്റ് continuous. പെർഫെക്റ്റില് കണ്ടിന്യൂസില് ഐ ഹാവ് ബീൻ ടീച്ചിങ്. Yeah, I have been teaching. Yeah, clear. നസീബിക്ക് ഡൗട്ട് ഒന്നുമില്ലാലോ? ക്ലിയർ അല്ലേ? ഇല്ല, ക്ലിയർ. V1, V2, V3 ആണ് എല്ലാവർക്കും ഡൗട്ട്. സോ അതെല്ലാവരും ആ. പഠിക്കാം. ഓക്കെ, കുറച്ച് നോട്ട് ഞാൻ തരാം, അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ. ഇല്ലാത്തത് നിങ്ങൾ എല്ലാവരും പഠിക്കാം. Okay. നസീബ ഒരാളെ വീഡിയോ. പാരിഷ. Yes, ma'am. ഓക്കെ, നസീബ യെസ് മാം. ഒരു സബ്ജക്റ്റ് അനുഭവം കൊടുക്കും. ഷീ വെർബ്. സബ്ജക്റ്റ് ട്രാവൽ. ഓക്കെ, First, she traveled. She is traveling. She has traveled. She has been traveling. ഷൈനി വിളിക്കൂ. Steffi. 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 Yes, ma'am. Yeah. Okay, Farisha, Gilad, subject and verb. They play. Subject പറയോ? Subject they Ah. and play. Okay. verb play. Okay, Steffi. ദേയും പ്ലേയും അല്ലേ പറഞ്ഞത്? സിമ്പിൾ പ്രസന്റ് വരുമ്പോ ദേ പ്ലേ വരും. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോ ദേ ആർ പ്ലേയിങ് വരും. പ്രസന്റ് പെർഫെക്റ്റ് വരുമ്പോ ദേ ഹാവ് പ്ലേയിങ്. പ്ലേയുടെ എനിക്കത് V3 ഫോം അറിയില്ല. Similar. Play, They have play, played, played. played. They have played വരും. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോ they have been playing വരും. Okay. So, Steffi, call anyone and ask. Okay, നോക്കട്ടെ മാം. Call anyone. സ്നേഹ. Who? സ്നേഹ. Sneha. Yeah. Sneha. Sneha. Are you here? Sneha, can you hear me? No. Steady? No reply. Okay. Call നിമിഷ. Nimisha. Nimisha. Yeah. Nimisha is here. Nimisha. വെർബ് വന്നത് സ്വിം. പിന്നെ സ്ട്രക്ചർ വന്ന ഹി. Singano, പാടുക എന്നാണോ? അല്ല, സ്വിം നീന്തുക. Okay. Nimisha. Nimisha. Subject verb കേട്ടോ? ഇല്ല കേട്ടില്ല. Okay. Subject he, verb swim. നീന്തുക. Okay, swim. Okay, ma'am. I swim. He ആണ്. He swim. No. He is singing. No. Present simple എന്താ വരാ? He
swim ആണ്, നീന്തുക എന്നാണ്. swimmer. He swimmer. No, he swims ആണ് വരുന്നത്. He swims. Okay, ma'am. He is swimming. Yeah, swimming. He has സ്വിമ്മിന്റെ B3 ഏതാണ്? B3 ഫോം അറിയില്ല മാം. അറിയില്ല. ആർക്കെങ്കിലും അറിയോ? Swam. Swim ആണ്. SWM. Okay, ma'am. He have been swimming. Okay. Yeah. Thank you, ma'am. Okay. B1, B2, B3 ഞാൻ എഴുതിയിട്ടുണ്ട്. Swim, swam, swam. അപ്പൊ എന്ത് വരും? He has swum, then he has been swimming. Okay. So, Nimisha, call anyone? നിമിഷ ആരെങ്കിലും വിളിക്കാവോ? വിളിക്കാൻ അങ്ങനെ നോക്കാറിയാൻ പാടില്ല വിളിക്കാനായിട്ട്. സോറി മിസ്. Okay. 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 Thank you, ma'am. Yeah. Okay. Reshma Jameson. Yes, ma'am. Yeah. Okay. Reshma. Subject she and verb C ആണ്. C. SEE. C. Okay, ma'am. അപ്പൊ സിമ്പിൾ പ്രസന്റിൽ വരുമ്പോ ഷീ അല്ലേ മാം ഇത് പറഞ്ഞത്? ഷീ സീസ്. പ്രസന്റ് കണ്ടിന്യൂസില് ഷീ ഈസ് സീയിങ്. പ്രസന്റ് പെർഫെക്റ്റില് ഷീ ഹാസ് seen. Present perfect continuously she has been seeing. Okay. So I will substitute verb പറയും. Okay. Okay, ma'am. Akshay. Akshay. Yes, ma'am. പേരെന്താണ്? പേര് ഷീന. ഷീല. ഷീന. 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 റീന. റീന എന്നാണോ? ശ്രീബ. ഷീന. ഷീന. SHENA. ഷീല. ഓക്കെ ഷീല. ഓക്കെ രേഷ്മ പറയൂ. സബ്ജക്ട് വെർബ് കൊടുക്കും. സബ്ജക്റ്റ് ഐ, വെർബ് ഡ്രിങ്ക്. I drink. I am drinking. I have drunk. I have been drinking. Yeah, good. Okay. So, Thank you, ma'am. okay. Ritu, ആരെങ്കിലും ക്രിസ്തു നോക്കൂ. ഹരീഷ് ഫാസിയ. Yes, ma'am. Drink, drunk, drunk. Jairaj. So, തെറ്റാണ്. Drink, drank, drunk ആണ്. Okay.
Okay, ആരാ വിളിച്ചത്? They play. Subject they. Verb play അല്ലേ? അതെ അതെ. സിമ്പിൾ പ്രസന്റില് they play വരും. പ്രസന്റ് കണ്ടിന്യൂസില് they are playing വരും. പ്രസന്റ് പെർഫെക്റ്റ്ലി they have പ്ലേയുടെ V3 ഫ്ലോ അറിയില്ല. Played. They have played വരും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലി they have been playing വരും. Yeah. Okay. വേഗം ആരെങ്കിലും വിളിച്ചിട്ട് പറയൂ. ഒരു മിനിറ്റ് മാം. ഷെരീഫ. ഇറ്റ്. വിളിയട്ടെ. ആരെയാ വിളിച്ചേ? ഷെരീഫ. അറിയില്ലല്ലോ. ഉണ്ടല്ലോ ഷെരീഫ എന്ന് കാണുന്നുണ്ടല്ലോ. എത്തിച്ചാണോ? സെരീഫ. സെരീഫ മാം. സെരീഫ സെൻട്രൽ ക്ലാസ്സിലുണ്ടോ? സെരീഫ വേറെ ആരെങ്കിലും വിളിക്കും. ആൽഫി. 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 ആൽഫി ജോർജ്. ആൽഫി ജോർജ്. സബ്ജക്റ്റ് ഇറ്റ് കൊടുക്കാം. വെർബ് സ്പീക്ക് കൊടുക്കാം. സ്പീക്ക്. ഇറ്റ് ആകുമ്പോഴേ അതൊരു അനിമലോ തിങ്കോ ആയിരിക്കും. ഒരു അനിമലോ അല്ലെങ്കിൽ ഒരു വസ്തു ആയിരിക്കും ഇറ്റ് വരാൻ. അതിനെ പറ്റിയ വേർഡ് കൊടുക്കും. പെന്ന്. എന്താ? പറയൂ. ഇറ്റ് കൊടുക്കുമ്പോ വസ്തുവിനെ വേറെ ഷീ കൊടുക്കാം. സ്പീക്ക്. സിമ്പിൾ പ്രസന്റ് ആവുമ്പോ ഷീ സ്പീക്സ്. പ്രസന്റ് കണ്ടിന്യൂസില് ഷീ ഈസ് സ്പീക്കിംഗ്. പ്രസന്റ് കണ്ടിന്യൂസില് ഷീ ഈസ് സ്പീക്കിംഗ്. പ്രസന്റ് പെർഫെക്റ്റില് ഷീ ഹാസ് സ്പോക്കൺ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് ഷീ ഹാസ് ബീൻ സ്പീക്കിംഗ്. ക്ലിയർ ആണ്. സോ എല്ലാവർക്കും ക്ലിയർ ആയോ? പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ടോ? പറയണം എന്നുള്ളവരുണ്ടോ? എന്തോ ഇറ്റ് വരുമ്പോ എങ്ങനെയാണുള്ള എക്സാമ്പിൾ? ഇറ്റ് വരുമ്പോ ഇറ്റിപ്പോ എന്താവാം? അതൊരു അനിമലാകാം, വസ്തുവാകാം. അപ്പൊ അതിനെ പറ്റി വേറൊന്നിനെ കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഇറ്റ് വരുമ്പോ വേറൊന്നുമില്ല. വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യുക. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എസ് ആഡ് ചെയ്യുക. ഇറ്റ് വെച്ചിട്ട് പ്ലേ പറയാം. ഇറ്റ് പ്ലേ. ചിലർ പൂച്ചയോ പട്ടിയോ ആകാം, ആരോ ആകട്ടെ. ഓക്കെ, ഇറ്റ് പ്ലേ പറയാം അല്ലെ?
ഇറ്റ് പ്ലേസ് പറയേണ്ടി വരും. സിംഗുലർ ആണ്. സോ ഇറ്റ് പ്ലേസ് പറയണം. Then it is playing. അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. It is playing. Then it has played. It has played. Then it has been playing. So ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഓക്കെ. സോ പറയാത്തവരായിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ വായിക്കാൻ ശ്രമിക്കുക. ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കുക. ഓക്കെ. നമുക്ക് ഈ ടെൻസ് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ. ക്ലിയർ ആണോ എല്ലാവരും? ക്ലിയർ ആണ് മാം. ക്ലിയർ ആയി. ഓക്കെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. സോ മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു മാം.